Hello dear students, here comes the previous year questions from module 4. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസും ചെറിയ ചെറിയ ക്ലൂസും മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. പറഞ്ഞല്ലോ, നമ്മളുടെ എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ സിലബസ് മാറിയത് കഴിഞ്ഞ വർഷമാണ്. ഒരേ ഒരു യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെ നമുക്ക് EST 100 എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കീഴിൽ സോൾവ് ചെയ്യുള്ളൂ. പണ്ടൊക്കെ നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ സിലബസ് എന്ന് പറഞ്ഞത് B100 ആയിരുന്നു, എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കോഡ്. അത് പോയി കഴിഞ്ഞ സെമ്മിൽ EST 100 ഒരു യൂണിവേഴ്സിറ്റി എക്സാം നടന്നിട്ടുണ്ട്. ഈ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ടോപ്പിക്ക് ഒരുവിധം ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും പുതിയ സിലബസിൽ നിന്ന് വന്നതാണ്. സോ നമുക്ക് ആ പുതിയ സിലബസിൻ്റെ ബേസിലുള്ള ഒരൊറ്റ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലൂസും കഴിഞ്ഞ PDF പറഞ്ഞിരുന്നു. ഡൗട്ടുള്ളവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഫൈനൽ ആൻസർ കിട്ടുന്നത് വരെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കറിയാം, നമ്മൾക്ക് എക്സാമിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ഓരോന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ആ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A body is projected at an angle such that its horizontal displacement is 3 times that of maximum height. Find the angle of projection. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴല്ലേ നമ്മൾ ഏത് പോർഷൻ എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. പ്രൊജക്ഷനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നമ്മളുടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പോർഷൻ എന്നാണ്. പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മളൊരു 7-8 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. ആ ഇക്വേഷൻസിൽ ഇവിടെ ഏത് ഇക്വേഷനാണ് ആവശ്യമെന്ന് ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നിവർ ഉദ്ദേശിക്കുന്നത് റേഞ്ചിനെയാണ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നിവർ പറയുന്നത് തന്നെ എന്തിനാണ്? റേഞ്ചിൻ്റെ വേറൊരു പേരാണ്. അതായത് എത്ര ഇങ്ങനൊരു ഇത് അറിയുമ്പോൾ എത്ര മാറിയിട്ടാണ് നമ്മളെ ബോഡി വീണത്, ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റാണ് റേഞ്ച്. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം, റേഞ്ച് ഇസ് ഈക്വൽ ടു U² sin 2α ഡിവൈഡഡ് ബൈ G. ഓക്കെ, ആ ഇക്വേഷൻ. പിന്നെ ഏത് ഇക്വേഷൻ ആവശ്യം? 3 times ദാറ്റ് ഓഫ് മാക്സിമം ഹൈറ്റ്. പിന്നെ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനാണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എത്രയാണ്? മാക്സിമം ഹൈറ്റ് ഇസ് ഈക്വൽ ടു U² sin α ഡിവൈഡഡ് ബൈ 2G. ഇനി നമ്മളെ കണ്ടീഷൻ എന്താ? റേഞ്ച് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 3 times ദ മാക്സിമം ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആൽഫൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, U² ബൈ G ഇൻറ്റു sin 2α is equal to 3 times the maximum height. Maximum height U² sin α divided by 2G. G cancel, 3 അല്ല, G ക്യാൻസൽ ചെയ്ത് U² ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വന്ന് sin 2α is equal to 3/2 sin α, that is 1.5. 3/2 എന്ന് പറഞ്ഞാൽ 1.5 sin α. ക്ലിയർ അല്ലേ? ഒന്ന് sin 2α, ഒന്ന് sin α. ഒന്നിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാം sin 2α ഇക്വേഷൻ എന്താ? V/μ. എന്താ നമുക്കറിയോ? V/μ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. V/μ എന്താ? sin 2α is equal to 2 sin α cos α എന്നറിയാം.
അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താവും? നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ sin 2 alpha is equal to 1.5 sin square alpha അല്ലേ? ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു 1.5 sin square alpha. sin 2 alpha is equal to, അതായത് 2 sin alpha cos alpha is equal to 1.5 sin square alpha. ഇതിൽ നിന്നൊരു സൈൻ ആൽഫനെയും തീത്തൊരു സൈൻ ആൽഫനെയും കണ്ടെത്തി. ഇനി ഈ കോസിന് എന്ത് ചെയ്തു? സൈനിൻ്റെ അടുത്ത് കൊണ്ടുപോയി 1.5 അങ്ങോട്ട് കൊണ്ടു. എന്ത് ചെയ്തു? 2/1.5 is equal to sin alpha divided by cos alpha. sin alpha by cos alpha എന്താ? tan alpha. tan alpha is equal to 2/1.5 ഉണ്ട്. therefore alpha is equal to നമുക്ക് എന്താ എഴുതാം? tan inverse 2 divided by 1.5. കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നമുക്ക് ആൻസർ 53.13 കിട്ടും. ഓക്കെ, എല്ലാവർക്കും ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ എഴുതുന്ന ആൻസർ കീ ആണ്. അതായത് നമ്മൾ വാല്യുവേഷന് ടീച്ചേഴ്സ് എല്ലാം വാല്യുവേഷന് പോകുമ്പോൾ സ്കീം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. ഫൈനൽ ആൻസർ 53.13 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഫുൾ മാർക്ക് കിട്ടില്ല. അതിൻ്റെ സ്കീം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. റേഞ്ചിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്, ഹൈറ്റ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്, ഫൈനൽ ആൻസറിന് 1 മാർക്ക്. 3 മാർക്ക് സിമ്പിളാണ്, പെട്ടെന്ന് കിട്ടും. ഫൈനൽ ആൻസർ കിട്ടി, ഇൻറ്റേർണൽ കാൽക്കുലേഷൻസ് നടത്തിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇക്വേഷൻസ് ഒന്നും എഴുതാതെ ഫൈനൽ ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് വെറും 1 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. മാക്സിമം സ്റ്റെപ്സും ഇക്വേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 മാർക്ക് 3 തന്നെയാണ്. The position of a particle moving along a straight line is defined by the relation x is equal to t cube minus 3t square minus 9t plus 12. Determine the time taken by the particle when its velocity becomes 0. ഇത് ഏത് പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അത് അനലൈസ് ചെയ്യാം. മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ഏത് പോർഷനാണ്? ഇക്വേഷൻ കണ്ടാലറിയാം. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഓഫ് എലിമെൻറ്റ്. ഇതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റെക്റ്റിലീനിയർ അല്ലെങ്കിൽ ലീനിയർ, ഏതെങ്കിലും ഒരു ലീനിയർ ട്രാൻസ്ലേഷനാണ്. സംഭവം എക്സ് തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി 0 ആണെങ്കിൽ ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമ്മുടെ ഇക്വേഷൻ എന്താ? ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ മൈനസ് 9t. ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ മൈനസ് 9t പ്ലസ് 12 എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് dx/dt-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്താവും? ഈ എക്സിനെ നമ്മൾ ടി വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ടി ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 3t സ്ക്വയർ മൈനസ് 3t സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 6t മൈനസ് 9. ഈ v എന്ന് പറയുന്ന വാല്യൂ ഓക്കെ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് 0. കംപ്ലീറ്റ് ഈ ഇക്വേഷൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ടി എത്രയെന്നാണ് ചോദ്യം. നമുക്കൊരു ഇക്വേഷൻ കിട്ടി, 3t സ്ക്വയർ മൈനസ് 6t മൈനസ് 9 ഈക്വൽ ടു 0. കാൽക്കുലേറ്ററിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ ടിക്ക് നമുക്ക് 2 വാല്യൂ കിട്ടും. ടി ഈസ് ഈക്വൽ ടു ഒരു മൈനസ് വാല്യൂ കിട്ടും, ടി ഈസ് ഈക്വൽ ടു ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, സിൻസ് ടി ഈസ് എ പോസിറ്റീവ് വാല്യൂ, നമ്മൾ ടീൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള 3 സെക്കൻഡ് തന്നെ ഫൈനൽ ആൻസർ മാത്രം നമ്മൾ എടുക്കും. ഓക്കെ, സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ ഫുൾ സ്റ്റെപ്സ് വേണം. ഇനി ആർക്കെങ്കിലും ടി ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ 3t സ്ക്വയർ ആയി എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ സിമ്പിളായിട്ടുള്ള ഡിഫറൻസിയേഷനാണ്. ബാക്കിയുള്ള ഡിഫറൻസിയേഷനൊക്കെ മറന്നാലും
ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, -3t² ആയിരുന്നു അല്ലേ. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ കിട്ടുക, 3 കോൺസ്റ്റൻ്റ് ആണ്, അവിടെ വെച്ചു. t² നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് t², അതായത് x⁻n n × x⁻n−1 ആണ്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്, 2 × x എന്ന് പറയുന്നത് t ആണ്, n-1 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 60. ഇങ്ങനെയാണ് രണ്ടാമത്തിൻ്റെ 60 എന്ന് കിട്ടുന്നത്. അടുത്തത് 90 ആണ്. 90 ഇതേപോലെ 9 കോൺസ്റ്റൻ്റ് ആണ്. t എന്ന് പറയുന്നത് നമുക്കറിയാം x⁻n = n × x⁻n−1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 1 ആണ്, 1 × t⁻1−1, ദാറ്റ് ഈസ് 9 × 1 × t⁻0. t⁻0ൻ്റെ വാല്യൂ 1 ആണ്. ഫൈനൽ ആൻസർ നമുക്ക് 9 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയത്. അറിയാത്തവർ മാത്രം അത് ശ്രദ്ധിക്കുക, അല്ലാത്തവർ നെക്സ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഇതിനും ഈ പറഞ്ഞ പോലെ ആൻസർ സ്കീമുണ്ട്. സ്കീം അനുസരിച്ച് ഫൈനൽ ആൻസറിന് 1 മാർക്കേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്കുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ വിൻ്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞ് കണ്ടീഷൻ എഴുതുന്നതിന് 1 മാർക്കുണ്ട്. ഫൈനൽ ആൻസറിന് 1 മാർക്ക്. അടുത്തതാണ് നമ്മുടെ പ്രോബ്ലം. 14 മാർക്സിൻ്റെ പ്രോബ്ലമാണ്. An object of mass 5 kg is projected with a velocity of 20 meter per second at an angle of 60 degree to the horizontal. At the highest point of its path, the projectile explodes and breaks into 2 fragments of masses 1 kg and 4 kg. The fragments separate horizontally after explosion. The explosion releases internal energy such that kinetic energy of the system at the highest point is doubled. Calculate the separation distance between the 2 fragments when they reach the ground. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മാർക്ക് ശ്രദ്ധിക്കുക. 14 മാർക്കാണ്. 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് തന്നെ ആയിരിക്കും. ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവുന്നത് വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഒന്നുകൂടി വായിക്കുക. An object mass 5 kg projected with a velocity at an angle 60 degree. നമുക്ക് മനസ്സിലാവുന്നതാണ്. 5 കിലോഗ്രാം വെയിറ്റുള്ള ഒരു മാസ് 60 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തു വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. 50 കിലോഗ്രാമിലുള്ളൊരു സാധനം എക്സ്പ്ലോഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി, ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഓക്കെ. At the highest point of its path, the projectile explodes and breaks into 2 fragments of masses 1 kg and 4 kg. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് എത്തിയപ്പോൾ ഇത് പിന്നെ 2 പാർട്ടിക്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്നിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kg ആയിരുന്നു, രണ്ടാമത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 kg ആയിട്ട്. 5 കിലോഗ്രാമിലുള്ളൊരു ബോൾ എന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ 5 ഉള്ളത് 1. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റായി. രണ്ടിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആവും. ഇത് v1 വെലോസിറ്റിയിലും ഇത് v2 വെലോസിറ്റിയിലാണ്. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്ത് രണ്ടും ഡിഫറെൻറ്റ് വെലോസിറ്റി ഡിഫറെൻറ്റ് സ്ഥലത്താണ് വന്ന് വീഴുക. ഈ 2 വീഴുന്ന സ്ഥലത്തിൻ്റെ ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ ആയിരുന്നു നമ്മൾ സാധനം വീഴേണ്ടിയിരുന്നത്. ഇവിടെ വീണില്ല, കാരണം ഇവിടെ എത്തിയപ്പോൾ അത് പിന്നെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഹൊറിസോണ്ടൽ വെലോസിറ്റി v1 v2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ 1 kg 4 kg ആയി. അത് വേറെ രണ്ട് സ്ഥലത്ത് വന്നു വീണു. ഈ 2 സ്ഥലത്തിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ എക്സ്പ്ലോഷൻ റിലീസസ് ഇൻറ്റേർണൽ എനർജി such that kinetic energy of the system of the highest point is doubled. ഇവിടെ കൈനറ്റിക് എനർജി എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഡബിളായി എന്ന് പറയും. ഇവിടെ എത്തുമ്പോൾ ഒരു സാധനം എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി റിലീസ് ചെയ്യൂലേ,
ഇൻറ്റേർണൽ എനർജി റിലീസ് ചെയ്തു. ആ ഇൻറ്റേർണൽ എനർജി കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡബിളായി. ഒരു കണ്ടീഷൻ തന്നാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ അല്ലേ? നമുക്കറിയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്ന ഈ പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. 5 കിലോഗ്രാം മാസ്, 60 ഡിഗ്രി ആംഗിൾ, 20 വെലോസിറ്റി. ഈ 20 എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് വെലോസിറ്റിയാണ്. ഈ ഇൻക്ലൈൻഡ് വെലോസിറ്റീനെ നമ്മളൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വി എക്സ് എന്നും വെർട്ടിക്കൽ കമ്പോണൻറ്റിന് വി വൈ എന്ന് വിളിച്ചു. വി എക്സ് എന്താ വരിക? 20, തീറ്റ എന്ന് പറഞ്ഞത് 60 ആണ്. 20 കോസ് 60. ഫോഴ്സിനെ മാത്രമല്ല ഏതൊരു വെക്ടറിനെയും നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വേറൊരു വെക്ടറാണ്. ഈ വെക്ടറിനെ നമ്മൾ ഫോഴ്സ് റിസോൾവ് ചെയ്യുന്ന പോലെ തന്നെ കോസ് സൈനും വെച്ചിട്ട് റിസോൾവ് ചെയ്യും. ഇതെന്ന് പറയുന്നത് എന്താ വരിക? വി സൈൻ 60. വി എന്ന് പറയുന്നത് 20 സൈൻ 60. നമുക്കിവിടെ വി എക്സിൻ്റെ വാല്യൂ വി എക്സ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്നും കിട്ടും. വി വൈ ഇസ് ഈക്വൽ ടു 10√3 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റിലുള്ള വാല്യൂസാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ കാരണം ഇവിടെ കുറേ ഹൊറിസോണ്ടൽ വെലോസിറ്റീസിൻ്റെ കണ്ടീഷൻസാണ് തന്നിട്ടുള്ളത്. ദാറ്റ്സ് വൈ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സാധനം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താൽ ഇതാണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം ടി ആണ്. സെയിം ടൈമാണ് ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം. ഈ ടോട്ടൽ ഡ്യൂറേഷനാണ് നമുക്ക് ടി എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2u sin alpha divided by g. It is 2 into 20 into sin 60 divided by 9.81 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടി 3.53 സെക്കൻഡ് എന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ട്രാവലിനെടുത്ത ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് എത്താനെടുക്കുന്ന ടൈം എന്തായിരിക്കും? 3.53ൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 1.765 സെക്കൻഡ്സ്. ഓക്കെ, രണ്ടാമത്തെ സംഭവം കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിലാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാക്സിമം ഹൈറ്റിൽ എത്താനെടുക്കുന്ന ടൈം കണ്ടുപിടിച്ചു. ഇനി മാക്സിമം ഹൈറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? h is equal to u square sin square alpha divided by 2g. u square എന്ന് പറഞ്ഞത് 20 square sin square 60 divided by 2 into 9.81. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 15 പോയിൻ്റാണിത് 29 കിട്ടണം. 15.3. ഈ ആൻസർ 15.29 അല്ലെങ്കിൽ 15.3 തന്നെ കിട്ടണം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർക്കും ഈ ആൻസർ കിട്ടാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം സൈൻ സ്ക്വയർ 60 അടിക്കുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ കാൽക്കുലേറ്ററിൽ അത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം സൈൻ 60ൻ്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് 20 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 into 9.81 ചെയ്യുക. ഇതേ പ്രൊസീജിയറിൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുള്ളൂ. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുന്നത് പ്രത്യേകം പഠിക്കുന്ന ചെയ്യാം. സൈൻ സ്ക്വയർ 60 ഇങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തേത് മാക്സിമം ഹൈറ്റ് എത്രയെന്ന് കണ്ടുപിടിച്ചു. മാക്സിമം ഹൈറ്റിലെത്താനുള്ള ടൈമും കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ മാക്സിമം ഹൈറ്റിലെത്തിയ ടൈമിൽ ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ.
M1 എന്ന് പറയുന്നൊരു ഇതുണ്ട്, M2 എന്ന് പറയുന്ന രണ്ടെണ്ണാക്കി. M1ൻ്റെ വെയിറ്റ് 1 കിലോഗ്രാമാണ്, M2ൻ്റെ വെയിറ്റ് 5 കിലോഗ്രാമാണ്. M1 മൂവ് ചെയ്ത വെലോസിറ്റി v1 ആണ്, M2 മൂവ് ചെയ്ത വെലോസിറ്റി v2 ആണ്. ഈ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ കൈനറ്റിക് എനർജീൻ്റെ ടേംസിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത സെഷൻ മൊമെൻ്റ് ഓഫ് മൊമെൻ്റം പ്രിൻസിപ്പിളും വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേംസ് നമ്മൾ പഠിച്ചിരുന്നു മൊഡ്യൂൾ 4. ആ ഒരു സെക്ഷനിലേക്ക് പ്രോബ്ലം മാറുകയാണ്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളൊരു ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞ് ഇവിടെ വരെ എറിയാൻ പോവാണ്. പക്ഷേ ഈ 5 കിലോഗ്രാം മാസുള്ള ബോൾ ഇവിടെ തൊട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇത് പൊട്ടിച്ച് തരും. അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരുന്നു? 5 കിലോഗ്രാം മാസുള്ള ഈ ബോഡീൻ്റെ ഇനീഷ്യൽ എനർജി, അതായത് K1 എത്രയാണ് വരിക? ½ ഇൻറ്റു m ഇൻറ്റു v². ഹൊറിസോണ്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ½ ഇൻറ്റു m എന്ന് പറയുന്നത് 5 ഇൻറ്റു ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിലെ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ Vx എന്ന് പറയും. Vxൻ്റെ വാല്യൂ ഓൾറെഡി 10 ആണ്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. 10². ഇതിൻ്റെ വാല്യൂ 250 എന്ന് കിട്ടും, 250 ജൂൾ. ഇത് Vx എടുക്കാൻ കാരണം ബാക്കിയുള്ള ഇനി എല്ലാ കേസും Vx ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കൺസിഡറേഷനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കൺസിഡർ ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി ഇവിടെ 250 ആണ്. ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഇൻറ്റേർണൽ എനർജി റിലീസ് ചെയ്യുന്ന കാരണം ഇവിടുത്തെ കൈനറ്റിക് എനർജി, രണ്ടാമത്തെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡബിൾ ആവും. ദാറ്റ് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനേക്കാളും ഡബിൾ ആവും. ദാറ്റ് ഈസ് 2 ഇൻറ്റു K1 500 ജൂൾ. 5 കിലോഗ്രാമുള്ള സാധനം എറിഞ്ഞപ്പോൾ 250 ജൂളായിരുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ 500 ജൂളായിട്ടാണ് മാറിയത്. അവിടെ നിന്നാണ് നമ്മളെ ബോൾ എന്ത് ചെയ്ത് ഇവിടുന്ന് ഒന്ന് 1ലും ഒന്ന് 3ലും ഇത് പ്രൊജക്റ്റ് ചെയ്ത് താഴേക്ക് വീഴുന്നത്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റുള്ള 1 കിലോഗ്രാം വെയിറ്റുള്ള 3 കിലോഗ്രാം വെയിറ്റുള്ള 2 ബോഡിക്കും 2 സെപ്പറേറ്റ് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും, ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ 2 കൈനറ്റിക് എനർജീൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 5 കിലോഗ്രാം വെയിറ്റുള്ള ബോഡിക്ക് എത്തിയ കൈനറ്റിക് എനർജീൻ്റെ ഈക്വലായിരിക്കും. ആ കൈനറ്റിക് എനർജി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 1നും 3നും പോകുന്നത്. നമുക്ക് ആസ് പെർ ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി ബേസിൽ നമുക്ക് ഈ ടോട്ടൽ 500 കൈനറ്റിക് എനർജി സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തെ മാസിന് m1 v1² രണ്ടാമത്തെ മാസിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ സമ്മിനും ഈക്വലാണെന്ന് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 500 is equal to ½ ഇൻറ്റു m1 എന്ന് പറയുന്നത് 1 ആണ്, v1 അറിയില്ല. അപ്പോൾ ½ ഇൻറ്റു v1² പ്ലസ് m2 എന്ന് പറയുന്നത് 4 ആണ്, 4/2 v2². ഈ 2 ഓപ്പോസിറ്റ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 250 is equal to v1² പ്ലസ് 4 v2² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. 250 ആവാൻ കാരണം ഈ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ല 250 അല്ല, സോറി, ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 2 2നെ നമ്മൾ ഇങ്ങോട്ടെടുക്കുമ്പോൾ 1000 ആവും. ഓക്കെ, 1000 is equal to v1² plus v2². This is equation number 1. ഓക്കെ, കൈനറ്റിക് എനർജീൻ്റെ ടേമിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി.
ഇത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തിന് ഒന്നുകൂടി ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം only along x-axis. x-axisൽ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്യാൻ പോകുന്നു. x-axisലുള്ള, അതായത് ഈ രണ്ട് കേസിലുള്ള കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ? കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ രണ്ട് m1 v1 ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാമിൻ്റെ മൊമെൻറ്റും 4 കിലോഗ്രാമിലുള്ള ബോഡീൻ്റെ, അതായത് സ്പ്ലിറ്റ് ചെയ്ത ബാക്കി രണ്ട് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലി ആ 5 കിലോഗ്രാം മാസിനുണ്ടായിരുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. എം ഇൻറ്റു ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് വി എക്സിന് ഈക്വൽ ആയിരിക്കും. m1 എന്ന് പറയുന്നത് 1v1 പ്ലസ് m2 എന്ന് പറയുന്നത് 4v2 is equal to 5 into 10. That is v1 plus 4v2 is equal to 50. This is equation number 2. Equation number 1 1000 equal to ഒരു v1ൻ്റെ ഇക്വേഷൻ ഉണ്ട്, v2ൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ v1ൻ്റെ ഇക്വേഷൻ ഉണ്ട്, v2ൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ v1 is equal to 30 meter per second എന്നും v2 is equal to 5 meter per second എന്നും കിട്ടും. ഓക്കെ, ഫൈനൽ ആൻസർ ആയിട്ടില്ല. നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ഫ്രാഗ്മെൻറ്റ്സ്. രണ്ട് ഫ്രാഗ്മെൻറ്റ്സ്, ഇപ്പം ഇങ്ങനെ പോയ ഒരു ഫ്രാഗ്മെൻറ്റ് ഇവിടെ വേണം, ഇങ്ങനെ പോയ ഒരു ഫ്രാഗ്മെൻറ്റ് ഇവിടെ വേണം. ഒന്ന് 1 കിലോഗ്രാമും ഒന്ന് 4 കിലോഗ്രാമാണ് മൂവ് ചെയ്തത്. ഇത് തമ്മിലുള്ള സെപ്പറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഓരോ ഫ്രാഗ്മെൻറ്റും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. രണ്ടാമത്തെ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v2 ഇൻറ്റു ടൈം. ആദ്യത്തെ s1 എന്ന് പറയുന്നത് ഇതാണ്. s1 മൈനസ് s2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സെപ്പറേഷൻ കിട്ടുക. s1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് v1 ഇൻറ്റു ടി മൈനസ് v2 ഇൻറ്റു ടി. v1 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 30 ഇൻറ്റു ടൈം മൈനസ് 5 ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിക്കുന്നത്. ടൈമിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര. ടൈം നമ്മൾ ഓൾറെഡി മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന ടൈമും കണ്ടുപിടിച്ചിട്ടുണ്ട്. 30 ഇൻറ്റു 1.765 മൈനസ് 5 ഇൻറ്റു 1.765 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 44.25 മീറ്റർ കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 സ്റ്റേജ് കൂടിയാണ് നമ്മൾ ഈ പ്രോബ്ലം കടന്നു പോയത്. കുറച്ച് ടഫ് തന്നെയാണ് സിൻസിയർലി, പക്ഷേ ശ്രദ്ധിക്കുക. 14 മാർക്കിൻ്റെ പ്രോബ്ലംസ് ഓർ ക്വസ്റ്റ്യനാണ് വരികയുള്ളൂ. ഓർ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ പ്രോബ്ലം ചിലപ്പോൾ ഇതിനേക്കാളും സിമ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുക. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലതും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ കീ കറക്റ്റാണോ ചെക്ക് ചെയ്യുക. അടുത്ത പ്രോബ്ലം. A block of mass m1 resting on an inclined plane is connected by a string and pulley to another block of mass m2 shown in figure. Find the tension in the string and acceleration of the block. Assume the coefficient of friction between the block m1 and plane to be 0.2. m1 1500 Newton, m2 1000 Newton. Angle of inclined plane is 45 degree. ഒരു ഫിഗറും കൊടുത്തിട്ടുണ്ട്.
സോറി, നമ്മൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധയിൽ വരണം എന്താ നമ്മൾ ഫിഗർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഏത് പാട്ടിൽ നിന്നാണ് വന്നത്? റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിലെ ഡി-അലംബേർട്ട്സ് പ്രിൻസിപ്പിൾ എന്നുള്ള പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ഫിഗർ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടി റീഡ്രോ ചെയ്യാണ്. ഇത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള ഫിഗറാണ്. അത് സ്ലൈഡിന് എന്തോ ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഇത് വരാത്തതാണ്. ദിസ് ഇസ് M1. ഇവിടെ ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളിനായിട്ട് M1 കണക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളീൻ്റെ എൻഡിൽ വേറൊരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളീൻ്റെ മറ്റേ എൻഡ് ഫിക്സ്ഡാണ്. ഇതിൻ്റെ താഴെ M2 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്. ദിസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഈസ് 45 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന ടെൻഷനും ഈ സ്ട്രിങ്സിലുണ്ടാകുന്ന മാസിനുണ്ടാകുന്ന ആക്സലറേഷൻ, ടെൻഷൻ എന്താ, ആക്സലറേഷൻ ഓഫ് മാസ് 1 എന്താ, ആക്സലറേഷൻ ഓഫ് മാസ് 2 എന്താ, ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളുടെ സ്കൂളിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ ഡി-അലംബേർട്ട്സ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡി-അലംബേർട്ട്സ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? F മൈനസ് MA = 0 എഴുതുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡി-അലംബേർട്ട്സ് പ്രിൻസിപ്പിൾ. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ, ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ള റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് കൈനറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിലുള്ള പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനൊരു ഫിഗർ കണ്ടാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ 2 ബോഡീസ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം M2 എന്ന് പറഞ്ഞ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, സിൻസ് ദിസ് പുള്ളി ഈസ് കണക്റ്റഡ് ബൈ 2 സ്ട്രിങ്സ്, 2 സ്ട്രിങ്ങിനായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് M1-നുണ്ടാവുന്ന ആക്സിലറേഷനും M2-നുണ്ടാവുന്ന ആക്സിലറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. സിൻസ് M1 ഈസ് സപ്പോർട്ടഡ് ബൈ 2T, 2 ടെൻഷൻ കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് M2-നുണ്ടാവുന്ന ആക്സിലറേഷൻ A2 എന്ന് പറയുന്നത് A1-നെക്കാളും ചെറുതായിരിക്കും. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇതിൽ കണക്ട് ചെയ്ത സ്ട്രിങ്ങിൻ്റെ പ്രൊപ്പോർഷന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഹിയർ A1-നാണ് ആക്സിലറേഷൻ കൂടുതലുണ്ടാവുക. ദാറ്റ് ഈസ് A1 = 2 times A2 ആയിരിക്കും. ഇതിലാകെ കുറച്ച് ടഫ് എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതാനാണ്. അത് നിങ്ങളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മാസ് 2 വരക്കാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2 വരക്കാണ്. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തത് വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് വെയിറ്റ് 1000 എന്ന് മാർക്ക് ചെയ്തു. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മൾ 1000 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്വാർഡ്ക്ക് ഒരു T ഇവിടെ ഉണ്ട്, വേറൊരു T ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മളെ ബോഡിക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി താഴേക്കാണ്, ആക്സലറേഷൻ താഴേക്കാണ്. ഈ ആക്സലറേഷന് ഒപ്പോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് 2T. അപ്പോൾ ആക്സലറേഷൻ ഈ ടീൻ്റെ ഫലമായിട്ട് 2 പ്രാവശ്യം കുറയൂലേ? അതാണ് മുന്നുള്ള ഒറ്റ കയറുകൊണ്ട് വലിക്കുന്നതിനേക്കാളും 2 കയറുകൊണ്ട് വലിക്കുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കുറയും, 2 ടൈംസ് കുറയും. ഇതിനെയാണ് നമ്മൾ A2 എന്ന് പറയുന്നത് A1/2, അതായത് ഫസ്റ്റ് മാസിനേക്കാളും പകുതി കുറവായിരിക്കും, 2 പ്രാവശ്യം തിരിച്ച് വലിക്കുന്നുണ്ട്. A2 എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളെ ബോഡി അപ്വാർഡ് ഡയറക്ഷൻക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, 2T വരച്ചിട്ട്. അപ്പോൾ അപ്വാർഡ് ഡയറക്ഷൻക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേർഷ്യ ഫോഴ്സ് താഴേക്കാണ് വരയ്ക്കുക. ഇനേർഷ്യ ഫോഴ്സ് MA ആണ്, M × A2. ഓക്കെ, M എന്ന് പറയുന്നത് 1000/9.81. നമ്മളെ ഇത് എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഇവിടെ M1 മാസാണ് വെച്ചപ്പോൾ 1000/9.81 × A2. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്വേർഡ് ഡയറക്ഷൻക്ക് 2T -
1000 minus 1000 by 9.8182. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2t minus 101.93 is equal to 9382 is equal to 1000 watt. This is equation number 1. ഇനി അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1. നിങ്ങൾക്ക് ആദ്യം M1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യാം. ഞാൻ മറ്റേത് കുറച്ചുകൂടി സിമ്പിൾ ആയതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അത് നോക്കിയത്. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1 ആണ് വരയ്ക്കുന്നത്. ഇതാണ് നമ്മൾ M1 എന്നുള്ള ബോഡി. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ 1500. പിന്നെ നമ്മൾ സപ്പോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ സപ്പോർട്ടിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. ദിസ് ഈസ് R1. ഇനി നമ്മളെ ബോഡി എന്ന് പറയുന്നത് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ സാധാരണ F is equal to mu into R1. മ്യൂവിൻ്റെ വാല്യൂ 0.2 ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, 0.2 R1. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മളൊരു ടെൻഷൻ കയറുണ്ടാവും, അതിൻ്റെ ടെൻഷൻ മാർക്ക് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ്, റിയാക്ഷൻ, ടെൻഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തു. ഇനി ഒരു ഫോഴ്സും കൂടി ഉണ്ടാവും. ഡൈനാമിക്സിലുള്ള പ്രോബ്ലം ആണ് അല്ലേ. മൂവ് ചെയ്യുന്നൊരു ഫോഴ്സിൽ ഇനർഷ്യ ഫോഴ്സും കൂടി ഉണ്ടാവും. സിൻസ് നമ്മളുടെ M1 എന്നുള്ള ബോഡി ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇനർഷ്യ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ആയ കാരണം ഈ ഡയറക്ഷനിലായിരിക്കും ഇനർഷ്യ ഫോഴ്സ് ഉണ്ടാവും. ഇനർഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക? M1 ഇൻറ്റു A1 മാസ് ഇൻറ്റു ആക്സിലറേഷൻ. M1 എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു A1. ടോട്ടൽ ഇത്രയും ഫോഴ്സാണ്. 1500 0.2 R1 T 1500 by 9.81 ഇൻറ്റു A1 ഈ ഫോഴ്സാണ്. ഇത് നമുക്ക് സർഫസിന് ഹൊറിസോണ്ടൽ, സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് എല്ലാ ഫോഴ്സിനെയും റിസോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 1500 മാത്രമാണ് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സ്പ്ലിറ്റ് ചെയ്യാണ്. 1500നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിക്കും ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷൻ. ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഈ കമ്പോണൻറ്റ് 1500 cos 45 വരും. ദിസ് കമ്പോണൻറ്റ് 1500 sin 45 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫോഴ്സസ് ഇതായി. ഇനി ഈ ഫോഴ്സസിനൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സം ചെയ്യാം. അപ്പോൾ നമ്മൾ സം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതും? സം ഓഫ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് മാത്രം നമ്മൾ നോക്കുക. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് R1ഉം 1500 കോസസ് അത് മാത്രം എഴുതി. ദാറ്റ് ഈസ് അപ്വേർഡ് ഡയറക്ഷൻ R1 is equal to
1500 cos 45 എന്ന് വരും. ദാറ്റ് ഈസ് 1060.66 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനാണ് സിഗ്മ എച്ചും സിഗ്മ വിൻ്റെ വരാണ് സം ഓഫ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസും സം ഓഫ് ഫോഴ്സസ് പാരലൽ ടു ദ സർഫസ് എടുക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. സം ഓഫ് ഫോഴ്സസ് പാരലൽ ടു ദ സർഫസിൽ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ സർഫസ്. ഈ സർഫസിന് പാരലായിട്ട് 1 2 3 4 ഫോഴ്സസ് ഉണ്ട്. ആ 4 ഫോഴ്സസിനെ നമ്മൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കാം. പ്ലസ് ടി പ്ലസ് 1500 by 9.81 A1 plus 0.2 R1 minus 1500 sin 45 equal to 0. Okay, in equation either T plus 152.9 A1 plus 0.2 R1. R1 എന്ന് പറഞ്ഞാൽ എന്താ 160.66 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 212.132 എന്ന് കിട്ടും. മൈനസ് 1500 എന്നത് ചെയ്യുമ്പോൾ നമുക്ക് 1060.66 എന്നുള്ള ഇക്വേഷൻ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? സോറി. ഓക്കെ, ദിസ് ഇസ് A1. ഓക്കെ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും T പ്ലസ് 152.9 A1 is equal to 848.528. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാൻ പറ്റൂല. കാരണം നമ്മളെ ഇക്വേഷൻ 1-ലെ അൺനോൺസ് എന്ന് പറയുന്നത് ടി ആയിരുന്നു, A2 ആയിരുന്നു. ഇവിടെ നമ്മൾ അൺനോൺസ് എന്ന് പറയുന്നത് ടിയും A1 ആണ്. അപ്പം നമ്മളതൊന്ന് മാറ്റണം. നമ്മളടുത്ത് ബേസിക് ഇക്വേഷൻ ഉണ്ട് അല്ലേ. A1-നെ നമുക്ക് എന്തെഴുതാം? 2 × A2 എന്ന് എഴുതാം. നമ്മളുടെ ഈ ഇക്വേഷൻ എന്തായി മാറും? T പ്ലസ് 152.9 × 2A2 is equal to 848.528. ഇത് നമുക്ക് ചെയ്യുമ്പോൾ T പ്ലസ് 305.8 A2 is equal to 848.528. This is equation number 2. Okay. ഇപ്പോൾ നമ്മളെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2 മൈനസ് 101.936 A2 is equal to 1000. Next equation T plus 305.81 A2 is equal to 848.528. Okay.
ഇവിടെ നമ്മളെ കയ്യിൽ 2 അൺനോണാണുള്ളത്, ടിയും എയ്റ്റും. രണ്ടാമത്തെ ഇക്വേഷനിൽ ടിയും ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യും. മാനുവലി സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. ടി ഈസ് ഈക്വൽ ടു 549.4 ന്യൂട്ടൺ. പോയിന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 549 കിട്ടും. A2 ഈസ് ഈക്വൽ ടു 0.97 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. A2ൻ്റെ വാല്യൂ 0.97 ആണെങ്കിൽ A1 എങ്ങനെ കിട്ടും? A1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു A2. അപ്പോൾ 2 ഇൻറ്റു 0.97 0.97 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് ആൻസർ 0.94 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ഓക്കെ. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്സ് 2 മാർക്സ് ഈച്ച്. നമ്മൾ വരച്ച M1ൻ്റെ M2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നതിനുണ്ട് 4 മാർക്ക്. പിന്നെ ഡയറക്ഷൻ ഓഫ് ബ്ലോക്കിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതിന്, ഇക്വേഷൻ ഓഫ് അതിൻ്റെ സർഫസും സിഗ്മ എച്ചും സിഗ്മ വി എഴുതുന്നതിന് മാർക്ക്, ആക്സിലറേഷൻ്റെ A1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു A2 എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക്. ഫൈനൽ ആൻസർ, ഈ ആൻസർ ഇത് ഫുള്ളും എഴുതിയാൽ നിങ്ങൾക്കാകെ 4 മാർക്ക് കിട്ടുള്ളൂ. ബാക്കി 10 മാർക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്സിനാണ്. ഫൈനൽ ആൻസർ തെറ്റിയാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, മാക്സിമം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബട്ട് നിങ്ങൾ ഇക്വേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടും. ഈ 4 ക്വസ്റ്റ്യനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 3rd ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. 14 മാർക്കിലെ ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. അല്ല, 4th കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ബട്ട് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആൻസർ ചെയ്യാനുള്ളതാണ്. ദർ ഇസ് നോ ഓപ്ഷൻസ് ഫോർ 3 മാർക്ക് ക്വസ്റ്റ്യൻ. Okay, I hope you all understand this problem. Don't copy this. Try to solve it alone. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. ഒറ്റയ്ക്ക് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. താങ്ക് യു.